ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് ഇനി നമ്മുടെ മുന്നിൽ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ മാത്സ്, റീസണിങ്, സയൻസ് സബ്ജക്റ്റുകളാണ് ഏറ്റവും സ്ട്രോങ് ആക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് GK നിന്ന് പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കമാൻഡോട് കൂടിയാണ് നമ്മൾ പഠിച്ചിട്ട് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എക്സാമിന് നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയും സബ്ജക്ട്സ് കവർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരുപാട് കുട്ടികൾക്ക് മിസ്സായി പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ GK ടോപ്പിക്സ്. അപ്പോൾ ഇനി എക്സാമിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ ആരും ഇനി ആ GK ടോപ്പിക്സിലെ ഓരോ ടോപ്പിക്സ് ആയിട്ട് എടുത്തെടുത്ത് പഠിച്ച് സമയം കളയാനായിട്ട് നിൽക്കരുതേ. ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും. അത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾക്കൊന്നും പ്രോപ്പർ ആയിട്ട് റിവിഷൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾ ആരും ഇനി കാണിക്കല്ലേ. നമുക്ക് സൂപ്പർ നോട്ട്സിന്റെ ചാനലിലൂടെ തന്നെ GKക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാനായിട്ട് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് എന്ത്, ഗവൺമെന്റ് സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെ കുറിച്ചൊരു ചോദ്യം നമുക്ക് എക്സാമിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ പദ്ധതികൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പദ്ധതികളുണ്ട്, നിങ്ങൾ ഈ അടുത്തൊന്നും പഠിച്ച് തീരാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കാൻ സാധ്യതയുള്ള, അതായത് ചോദിക്കാൻ സാധ്യതയുള്ള പദ്ധതികൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. ഇതിലെല്ലാ പദ്ധതികളും സ്കീംസും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റീസെന്റ് നമ്മുടെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ളതും നമുക്ക് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ പ്രോബബിളുമായിട്ടുള്ള സ്കീംസുകൾ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സ്കീംസിൽ നിന്ന് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം 2 മാർക്കോ 3 മാർക്കോ നേടാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അതായത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, കാർഷിക അടിസ്ഥാന സൗകര്യ നിധി എന്ന് പറയും. പേരിൽ തന്നെ ഇതിന്റെ ലക്ഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ പേര് കൊണ്ട് ഒരു കാര്യവും എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഉദ്ദേശം? സ്വാഭാവികമായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കുക എന്നുള്ളതായിരിക്കും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ടേമുകൾ നമ്മുടെ ഇത്തവണത്തെ എക്സാമിനേഷന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കിക്കഴിഞ്ഞാൽ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ഗവൺമെന്റ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. അതായത് ബാങ്ക്സുകൾ വഴി കൂടുതലായിട്ട് വേഗത്തിൽ ലോണുകളും മറ്റും ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലേക്ക് ലഭിക്കുക. അഥവാ സിംപ്ലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് ഫാസ്റ്റ് ആയിട്ടായിരിക്കണം ഇനി മുതൽ ഫണ്ട് കർഷകരിലേക്ക് എത്തേണ്ടത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് സ്കീമുകൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ. ആക്സിലറേറ്റഡ്, റൂറൽ അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ സ്കീമുകൾ പഠിക്കുമ്പോൾ കാണും. അത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു സ്കീം പഠിക്കുമ്പോൾ പഠിക്കാതിരിക്കാൻ തോന്നുന്ന കാര്യവും. എന്നാൽ അങ്ങനെയൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. സിമ്പിളി നമ്മളൊരു ഗവൺമെന്റ് സ്കീം പഠിക്കുമ്പോൾ എന്താണോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മുടേതായ ഭാഷയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. അതേ ഒരു സ്കീമിന്റെ ആവശ്യമുള്ളൂ. ഒരു സ്കീം പഠിക്കുമ്പോൾ എന്തിനാണ് ആ പദ്ധതി എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഒരു കോംപ്ലിക്കേറ്റഡ് വാക്കുകളോ ഒന്നും ഓർത്തിരിക്കേണ്ട. വേണമെങ്കിൽ ചില കീവേഡുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതല്ലാതെ ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് സെന്റൻസുകളൊക്കെ പഠിച്ച് സമയം കളയല്ലേ, ഒരാവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. സോ ഭാരത് എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക? അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക. അതായത് ബാങ്കുകൾ വഴി എത്രയും പെട്ടെന്ന് ഫണ്ട് നമ്മളിലേക്ക് കിട്ടണം. അടുത്തൊരു സംഭവമാണ് അഗ്രി ഷുവർ. ഇതും എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ് അഗ്രി ഷുവർ. അഗ്രി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്സ് ആൻഡ് റൂറൽ എന്റർപ്രൈസസ്, അതാണ് അഗ്രി ഷുവർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഗ്രികൾച്ചറൽ സ്റ്റാർട്ടപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനത്തിന്റെ പേരാണ് എന്ത്, അഗ്രി ഷുവർ. അത്രയും പഠിച്ചിരുന്നാൽ മതി. അതായത് അഗ്രികൾച്ചറിന്റെ സ്റ്റാർട്ടപ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് അഗ്രി ഷുവർ. ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഫോർ ഭാരത്, അതായത് ബി ഫോർ ബാങ്ക്. ഭാരത് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഭാരത് എന്ന് പറഞ്ഞ് ഷോർട്ടാക്കി വിളിക്കുന്നത് എന്തിനാ? ബാങ്കുകൾ വഴി നമുക്ക് കുറേം കൂടി എളുപ്പത്തിൽ എന്ത് കിട്ടണം, ഫണ്ടുകളും കിട്ടണം. അതാണ് ബാങ്ക്സ് ഹെറാൾഡിംഗ് ആക്സിലറേറ്റഡ് അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ഭാരതിന്റെ ഫുൾ ഫോം ആണ് തന്നിരിക്കുന്നത്. ഫുൾ ഫോം ഒന്നും പഠിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത് ഭാരതാണെന്ന് ഓർത്തിരിക്കുക. സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അഗ്രി ഷുവർ ആണെന്ന് ഓർത്തിരിക്കുക. ഇത്രയും ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് എക്സാമിനേഷന് വേണ്ട സാധനങ്ങളായി. അടുത്ത ഒരു ടേം ആണ് അഗ്രി സ്റ്റാക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സംഭവമാണ്. എന്ത്, അഗ്രി സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഗ്രി സ്റ്റാക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് അഗ്രി സ്റ്റാക്ക്. അഗ്രി സ്റ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ഒരു കർഷകന്റെ എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരു റെപ്പോസിറ്ററി, അഥവാ എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരു രേഖ, ഡാറ്റ റെപ്പോസിറ്ററി, അഥവാ നമ്മുടെ ഡാറ്റ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഡാറ്റ എന്ന് വിളിച്ചാൽ മതി. നമുക്ക് സാധാരണക്കാരുടെ ഭാഷയിൽ ഡാറ്റ എന്ന് മനസ്സിലാക്കിയിരിക്കുക.
അപ്പൊ ഒരു കർഷകൻ അഥവാ ഒരു ഫാർമറിന്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഡാറ്റ ഐഡന്റിറ്റി കാർഡാണ് എന്ത് അഗ്രി സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന ആ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ആ ഒരു സംവിധാനം വഴി എന്തറിയാൻ പറ്റും? ഇപ്പൊ ഞാനൊരു കർഷകനാണെങ്കിൽ എനിക്ക് എന്തുമാത്രം ഭൂമിയുണ്ട്, കഴിഞ്ഞ വർഷത്തെ എന്റെ വരുമാനം എന്തായിരുന്നു, എന്റെ മറ്റ് ഡീറ്റെയിൽസ്, കുടുംബത്തിന്റെ വരുമാന ഡീറ്റെയിൽസ് തുടങ്ങി ഒരു കർഷകനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കർഷകനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഗവൺമെന്റിന് അറിയണോ അതെല്ലാം എവിടെ അറിയാൻ പറ്റും? അഗ്രി സ്റ്റാക്കിലൂടെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എന്ത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫാർമർ ഐഡന്റിറ്റി. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമറിന്റെ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവും? ഈ പറയുന്ന അഗ്രി സ്റ്റാക്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഫാർമറിന്റെ രജിസ്ട്രി, ക്രോപ്പ് സോൺ രജിസ്ട്രി, എന്തുമാത്രം വിളകൾ കൃഷി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തുമാത്രം ഭൂമി അയാൾക്കുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എവിടെ അറിയാൻ പറ്റും? അഗ്രി സ്റ്റാക്ക് വഴി അറിയാൻ പറ്റും. സോ ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അഗ്രി സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഫാർമറിന്റെ എല്ലാ ഡീറ്റെയിൽസും, ഐഡന്റിറ്റിയും, എന്തുമാത്രം കൃഷി ചെയ്യുന്നു എന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു ഡാറ്റയെ വിളിക്കുന്ന പേര് ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതിന്റെ പേരെന്താണ്? അഗ്രി സ്റ്റാക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ നോട്ട് ഒന്നും കണ്ട് നിങ്ങൾ അത് പഠിക്കാൻ നിൽക്കണ്ട. ഞാൻ ഈ പറയുന്ന വാക്കുകൾ പോലെ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഓർത്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അടുത്തൊരു സംഭവമാണ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആണെന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസിന് പ്രത്യേകതകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കയറ്, അതുപോലെ തന്നെ എന്താണ് തെങ്ങ്, തേങ്ങ തുടങ്ങിയ സംഭവങ്ങൾക്കൊക്കെ വളരെയധികം ഉള്ളതാണ്. റബ്ബർ, ഇങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ കേരളത്തിൻ്റെതായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനങ്ങളാണ്. റബ്ബർ, അതുപോലെ തന്നെ തേങ്ങ, അത് ഡെഫിനറ്റ്ലി തമിഴ്നാട്ടിലുണ്ട്. പിന്നെ കയറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരളത്തിൽ വളരെയധികം ഇൻഡസ്ട്രീസും സംഭവങ്ങളൊക്കെ കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഫയർ വർക്ക്സ് അഥവാ പടക്കങ്ങളൊക്കെ കാണാറുണ്ട്. ലോക്കുകൾ, ഡിണ്ടിഗൽ ലോക്ക്, കോയമ്പത്തൂരിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോട്ടനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ഏരിയാസിനും ഇതേപോലെ ചില പ്രത്യേകമായിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജോഗ്രഫിയിലുള്ള, അതായത് ഓരോ ഏരിയയിലുള്ള ആ സാധനങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടും മാക്സിമം അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുക. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കയറിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക, കോയമ്പത്തൂരാണെങ്കിൽ എന്താണ് മറ്റേ സാരീസിന്റെയും അതുപോലെ കോട്ടന്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടുക, എന്നിങ്ങനെ ആ ഒരു ഏരിയ തിരിച്ച് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്നതിന് വിളിക്കുന്ന പേരാണ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു വാക്കാണ്, ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജോഗ്രഫിക്കലി അഥവാ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ ആ ഒരു ഏരിയ തിരിച്ചുകൊണ്ട് നമ്മൾക്ക് ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന അഥവാ പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടുന്ന ഒരു പദ്ധതിയുടെ പേരെന്തെന്ന് ചോദിക്കാം വേണമെങ്കിൽ. അപ്പൊ അതിന്റെ പേരാണ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ അത് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഇത് ഇടാനുള്ള കാരണം ഇപ്പൊ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു കാലമാണ്. നമ്മൾ MSMEസിന് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നു, ഹോർട്ടിക്കൾച്ചറിന് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പല സാധനങ്ങൾ ഇനി മുതൽ ക്ലസ്റ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, രാഷ്ട്രീയ കൃഷി വികാസ് യോജനയെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ സ്കീമുകൾ പഠിക്കുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടും ഭ്രാന്ത് പിടിച്ചുമാണ് ഈ സ്കീമുകൾ പഠിക്കുന്നത്. ഒന്നിലധികം സ്കീമുകൾ ഒരേ സാധനത്തിന് തന്നെ ഉണ്ടാവും, പല സ്കീമുകൾ ഉണ്ടാവും. അപ്പൊ ഗവൺമെന്റിന് തന്നെ എന്തായി ഇതൊക്കെ ലേശം ഭ്രാന്തെടുത്ത് തുടങ്ങി. ഇപ്പൊ പഠിക്കുന്ന നമുക്ക് ഭ്രാന്തെടുക്കുന്നത് പോലെ തന്നെ ഗവൺമെന്റിനും ചെറുതായിട്ട് ഭ്രാന്തെടുത്ത് തുടങ്ങി. സോ ഇനി മുതൽ ഗവൺമെന്റിന്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പദ്ധതികളും 2 സ്കീമുകളിലേക്ക് ലയിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ്, രണ്ടാമത്തേത് കൃഷോന്നതി യോജന. അപ്പൊ ഈ 2 പദ്ധതികൾക്ക് കീഴിലായിട്ടായിരിക്കും ഇനി മുതൽ കാർഷികം അഥവാ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പദ്ധതികളും ഉണ്ടായിരിക്കുക. അതായത് ചവർ പോലെ ഇങ്ങനെ സ്കീമുകൾ ഇങ്ങനെ നിരത്തി ഇംപ്ലിമെന്റ് ചെയ്യില്ല. സ്കീമുകളുടെ പേരൊക്കെ അതുപോലെ ഉണ്ടാവും, പക്ഷെ നടപ്പിലാക്കുന്നത് ഏത് പദ്ധതിയുടെ കീഴിലായിരിക്കും? ഈ പറയുന്ന 2 പദ്ധതികളുടെ കീഴിൽ മാത്രമായിരിക്കും നടപ്പിലാക്കപ്പെടുക. അപ്പൊ ഈ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗത കൃഷി വികാസ് യോജന എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? പരമ്പരാഗത കൃഷി വികാസ് യോജന, നമ്മൾ പരമ്പരാഗത കൃഷി വികാസ് യോജന എന്തിനാണ്? നാച്ചുറൽ ഫാമിംഗ് അഥവാ നമ്മുടെ അഗ്രികൾച്ചറുമായിട്ട് ഉണ്ടാവുന്ന പൊല്യൂഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പരമ്പരാഗത കൃഷി വികാസ് യോജന ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വെള്ളം വേസ്റ്റ് ചെയ്യാതെ കുറച്ച് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം വിളവെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയുണ്ട്. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാം, നമ്മൾ അരിയും ഷുഗർ കെയിനും ഒക്കെ വിട്ടിട്ട് വേറെ കുറച്ചും കൂടി നമ്മുടെ മില്ലറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സംഭവമാണ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാം. ആക്സിലറേറ്റഡ് ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ സ്റ്റാർട്ടപ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഗ്രി ഷുവർ,
തുടങ്ങിയ സാധനങ്ങൾ എല്ലാം ഇനി മുതൽ ഏത് പദ്ധതിയുടെ കീഴിലായിരിക്കും വരാനായിട്ട് പോകുന്നത്? രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ പദ്ധതിയുടെ കീഴിലായിരിക്കും. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് പദ്ധതികൾ മെർജ് ചെയ്തുകൊണ്ട് ഫോം ചെയ്ത പദ്ധതി ഏതാണ്, അഥവാ മെർജ് ചെയ്തിരിക്കുന്നത് ഏത് പദ്ധതിയുടെ കീഴിലാണെന്ന് ചോദിക്കാം. അപ്പൊ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ്. ഇനി കൃഷ്ണോന്നതി യോജന എടുത്തു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മളുടെ കൃഷി എങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടാമെന്നുള്ള പദ്ധതികൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ ഒക്കെ ഉണ്ടല്ലേ, ഗ്രീൻ റവല്യൂഷന്റെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂട്ടുന്ന സംഭവങ്ങൾ ആയിട്ടുള്ള എല്ലാ സ്കീമുകളും ഇനി ഏതായിരിക്കും വരുന്നത്? കൃഷ്ണോന്നതി യോജനയിലായിരിക്കും വരിക. അതായത് കൃഷ്ണോന്നതി യോജനയിലാണ് എന്ത് വരുന്നത്? പ്രൊഡക്ഷൻ കൂട്ടാനുള്ളത് വരുന്നത്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് നമ്മൾ പ്രകൃതിക്ക് ഒരു കുഴപ്പവും വരാണ്ട് കൃഷി ചെയ്യേണ്ട സാധനങ്ങളൊക്കെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിലും, അതുപോലെ തന്നെ കൃഷി ഡെവലപ്പ് ചെയ്ത് പ്രൊഡക്ഷൻ കൂട്ടേണ്ട സാധനങ്ങളൊക്കെ കൃഷ്ണോന്നതി യോജനയിലുമാണ് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓർത്തിരുന്നാൽ മതി, അത്രയും മതി എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അടുത്തൊരു സ്കീമാണ് നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മക്കളെ, നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കീമാണ്. നമ്മൾ ധാരാളം എഡിബിൾ ഓയിലുകൾ പുറത്തുനിന്നാണ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് താങ്ങാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽസ്. ഇതിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ഓയിൽ പാം പ്രോസസിംഗ് മില്ല് ആരംഭിച്ചത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം പ്രോസസിംഗ് മിൽ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും RRB എക്സാമുകൾക്ക് നിരന്തരം ചോദിക്കുന്നതും ആയിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അപ്പൊ ഇവിടെ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഭീമ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കുക അത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ്. ഓക്കെ, ഭീമ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് മനസ്സിലാക്കിയിരിക്കുക? ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ടേമുകൾ നമുക്ക് പഠിച്ചിരിക്കാനുണ്ട്. ഒന്നാമത്തെയാണ് എന്ത്? കോംപ്രഹെൻസീവ് ക്രോപ്പ് ഇൻഷുറൻസ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ വിളകൾക്കൊക്കെ കർഷകന് കൃഷിനാശം എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിളകൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അത് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പോട്ടെ, ഇനി വിട്ടേക്കാം. ഇനിയിപ്പോ ഗ്രൂപ്പ് ഡിക്കാരെ ഇൻഷുറൻസിന്റെ പദ്ധതി തുടങ്ങിയിട്ടില്ലെങ്കിലും ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. കർഷകർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഡിജി ക്ലെയിം. ഓക്കെ, ഡിജി ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ക്ലെയിം എന്ന് പറയുന്ന വാക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാന്നുള്ളിടത്തല്ലേ. അപ്പൊ ഈ ഡിജി ക്ലെയിം എന്ന് പറയുന്ന വാക്ക് കണ്ടാൽ തന്നെ ആലോചിച്ചേക്കുക അത് ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ഫസൽ ബീമ യോജനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ വെതർ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഡാറ്റ സിസ്റ്റം അഥവാ വിൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മൾ ഫസൽ ബീമ യോജനയാണെന്ന് പറഞ്ഞിരിക്കണം. അതുപോലെ നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ ഇൻ അഗ്രികൾച്ചർ, അതും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞിരിക്കുക. ഈ ടേമുകളൊക്കെ ഒന്ന് പഠിച്ചിരുന്നാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഈ ടേമുകളൊക്കെ ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. വിൻസ് പോർട്ടൽ, ഡിജി ക്ലെയിം. ഇപ്പൊ ഡിജി ക്ലെയിം ഒക്കെ ഓർത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ടും ഇൻഷുറൻസിലാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഫസൽ ബീമ യോജനയാണെന്ന് നേരെ മനസ്സിലേക്ക് വരിക. ഇത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ഗ്രൂപ്പ് ഡിക്ക് സ്കീമുകളിൽ നിന്ന് ചോദിക്കാൻ കൂടുതലായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ തരാൻ വേണ്ടി ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അടുത്തൊരു സ്കീം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് PM കിസാൻ. ഓക്കെ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്കീമാണ്. നമ്മളിൽ പലർക്കും കിട്ടുന്ന ഒരു സ്കീം കൂടിയാണ്. നമുക്ക് 2000 രൂപ വെച്ച് ഒരു വർഷം 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 6000 രൂപ കിട്ടുന്നില്ലേ? ആ ഒരു പദ്ധതിയെ വിളിക്കുന്ന പേരാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ഒരു സെൻട്രൽ സെക്ടർ സ്കീം കൂടിയാണിത്. ഓക്കെ, ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതായത് പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ലോഞ്ച് ചെയ്ത തീയതി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഥവാ ഇയർ ഇമ്പോർട്ടന്റ് ആണ്. 2019 എന്ത്? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഡേറ്റ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തിടാനുള്ള കാരണം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് 2000 രൂപ വെച്ച് കിട്ടുന്ന അഥവാ കർഷകർക്ക് 2000 രൂപ വെച്ച് കൊടുക്കുന്ന ആ ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് പറയുന്നുണ്ട്. റെയർ ആണ് അങ്ങനെ സെൻട്രൽ സെക്ടർ ആണോ സ്പോൺസർ ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. എനിവേ അതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നേക്കാം. 2019 ഇത് ലോഞ്ച് ചെയ്യുന്നത് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് സ്കീമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ. അടുത്തൊരു പദ്ധതിയാണ് ഉഡാൻ. ഉഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻ ഒന്നും നോക്കണ്ട. നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉപയോഗശൂന്യമായിട്ടുള്ള ഏരിയാസ് എയർപോർട്ടുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അഥവാ റൺവേകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരുപാട് റൺവേസ് എയർപോർട്ടുകളിൽ അല്ലാതെ നമുക്ക് കിടക്കുന്നുണ്ട്, യൂസ്ലെസ് ആയിട്ട്. അതായത് ഒരു ആവശ്യവുമില്ലാതെ നമ്മുടെ ബ്രിട്ടീഷേഴ്സിന്റെ സമയത്തൊക്കെ പണിത എയർവേസ് ഒക്കെ ഒരുപാട് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്.
സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് ഒരു എയർ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഒന്ന് ഈ എയർപോർട്ടിൽ വരുന്ന മെയിൻ്റെനൻസ് ചാർജസ്, അതുപോലെ ലാൻഡിംഗ് ചാർജ്, അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ്, ഇതുപോലുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഫ്ലൈറ്റ് ട്രാവൽ കുറച്ചും കൂടി, അഥവാ നമ്മളെല്ലാവരെയും പ്ലെയിനിൽ കയറ്റാ എന്നുള്ള സൂര്യയുടെ ആ ഒരു സിനിമ പോലെ, സൂര്യരൈ പൊട്ടു ഒക്കെ പോലെ നമ്മളെല്ലാവരെയും പ്ലെയിനിൽ കയറ്റ എന്നുള്ള, അഥവാ ഫ്ലൈറ്റ് ടിക്കറ്റ് കുറച്ചും കൂടി അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് എന്ത്, ഉഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതലായിട്ട് നോക്കി കഴിഞ്ഞാൽ എയർ റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുക, അഥവാ നമ്മൾ കൂടുതലായിട്ട് അഫോർഡബിൾ ആയിട്ട് എയർ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പദ്ധതിയാണ് ഉഡാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യരൈ പൊട്ടു എന്ന് പറയുന്ന സിനിമ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് അറിയാലോ. അപ്പൊ അതിൽ നിന്ന് ശരിക്കും ഇൻസ്പയർ ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ് ഗവൺമെന്റ് ഉഡാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും സാധാരണക്കാരനൊക്കെ സാധാരണ നിരക്കിൽ ട്രെയിൻ പോലെ തന്നെ ഫ്ലൈറ്റുകളും ഉപയോഗിക്കാൻ പറ്റണം എന്ന രീതിക്ക് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഉഡാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് 2016 ഈ പദ്ധതി കൊണ്ടുവരുന്നത്. എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് പദ്ധതി തന്നെയാണ് ഉഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫ്ലൈറ്റ്, എയർ റൂട്ട് എന്നുള്ള വാക്കുകളൊക്കെ കണ്ടാൽ ഉഡാൻ എന്ന് പറയുന്ന പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഉന്നതി എന്ന് പറയുന്ന പദ്ധതിയാണ്. ഉന്നതി അഗൈൻ നമ്മുടെ ന്യൂസിൽ ഉണ്ടായിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അഥവാ നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ഉന്നതി. അത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഒന്നും പോകണ്ട. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയുടെ പേരെന്തെന്നായിരിക്കും നമുക്ക് എക്സാമിന് മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അപ്പോൾ എന്ത് മനസ്സിലാക്കിയിരിക്കുക, നോർത്ത് ഈസ്റ്റേൺ റീജിയനുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്രോഗ്രാമിന്റെ പേരാണ് എന്ത്, ഉന്നതി എന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് അഗെയിൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് അതിഥി ചാലഞ്ച്. ഓക്കെ, അതിഥി ചാലഞ്ച് അഥവാ അതിഥി ചാലഞ്ചിന്റെ സെക്കൻഡ് വേർഷൻ ഈ അടുത്ത് ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതിഥി ചാലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡെക്സ്, അതായത് നമ്മുടെ ഡിഫൻസിന്റെ ഒരു ഇന്നോവേഷന്റെ ഒരു വിഭാഗമാണ് ഐഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഡിഫൻസ് പ്രതിരോധത്തിന്റെ ഒരു ഇന്നോവേഷൻ മേഖലയുടെ വിളിക്കുന്ന പേരാണ് ഐഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഐഡെക്സ് ഒരു ചലഞ്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചലഞ്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന അതായത് ഈ അടുത്ത് ഫേസ് ചെയ്യുന്ന ടെക്നോളജി പരമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലഞ്ചസിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് അവരെടുക്കും. എന്നിട്ട് ഇതിന് സൊല്യൂഷൻ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നവർക്ക് ഹൈ റിവാർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ 25 കോടി രൂപ വരെ എന്താണ് ഈ ചലഞ്ചിൽ പ്രോപ്പർ ആയിട്ട് പങ്കെടുത്ത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ രാജ്യം ഫേസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടല്ലേ ഡിഫൻസ് പ്രതിരോധപരമായിട്ട്. ഇപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൈബർ അറ്റാക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡിഫൻസ് ഓഫ് ഇന്ത്യ നമുക്ക് അവാർഡ് തരും. 25 കോടി വരെ വരുന്ന അവാർഡ്, ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ അതിഥി എന്ന് പറയുന്ന ചലഞ്ച്. അപ്പൊ അതിഥി ചലഞ്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അതിഥി ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചലഞ്ചാണ്. ഒന്നുമില്ല, ഇത് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് സൊല്യൂഷൻസ് കൊടുക്കുന്ന എല്ലാവർക്കും പ്രൈസ് ഉണ്ടാവും. എല്ലാവർക്കും അല്ല, വിജയിക്കുന്നവർക്ക് പ്രൈസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാധനമാണ് അതിഥി ചാലഞ്ച്. അപ്പൊ അത്രയും ഓർത്തിരുന്നാൽ മതി. നമ്മുടെ ന്യൂസിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മുടെ ന്യൂസിലുള്ള ഒരു സംഭവമാണ് PM ശ്രീ. നമ്മുടെ സ്കൂളുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഏകദേശം 14,500ഓളം സ്കൂളുകൾ 2026 ആകുമ്പോഴേക്കും ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് PM ശ്രീ സ്കൂളുകളാക്കി മാറ്റിയെടുക്കുക. അതായത് ആ സ്കൂളുകൾക്ക് നല്ല ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, ഫെസിലിറ്റീസ് ഉണ്ടാവും, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സ്കൂളുകൾക്ക് ഓഫർ ചെയ്യാനുണ്ടാവും. അപ്പൊ കുറച്ച് അടിപൊളി സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് PM ശ്രീ. അപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ സ്കൂൾസിന്റെ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്, PM ശ്രീ എന്നാണ്. സിമ്പിളി അത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകണ്ട. ഇപ്പൊ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ വെറുതെ നിങ്ങൾ പഠിച്ച് ഒരുപാട് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ആ ഒരു കൺസോളിഡേറ്റഡ് രൂപത്തിൽ നിങ്ങൾക്ക് സ്കീമുകളെ കുറിച്ച് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അടുത്തതാണ് NPSന്റെ വാത്സല്യ യോജന. അപ്പൊ നാഷണൽ പെൻഷൻ സ്കീം, NPSനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾക്ക് ഭാവിയിലേക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാലറിയിൽ നിന്ന് ഒരു തുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് NPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതേ NPSന്റെ തന്നെ വാത്സല്യ യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, അഥവാ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ഒരു സമ്പാദ്യം തുടങ്ങി വെക്കുന്നതിനാണ് NPS വാത്സല്യ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ പേരിൽ നമുക്ക് ഈ NPS വാത്സല്യ യോജനയിൽ അംഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ പേരിൽ മാസാമാസം ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് കുട്ടി ഒരു 18 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടിക്ക് എന്താണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ജോലി ആകുമ്പോഴേക്കും ഒരു നോർമൽ NPSലോട്ട് ഇത് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുക പ്ലസ് ഇനി ആ കുട്ടിക്ക് അവിടെ നിന്ന് തന്നെ സമ്പാദിച്ച് തുടങ്ങാനും പറ്റുന്ന ഒരു പദ്ധതിയാണ് NPS വാത്സല്യ യോജന. അപ്പൊ ഇത്രയ്ക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. സിംപിളി നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അടുത്ത് ഒരു സേവിംഗ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്താണ്, NPS വാത്സല്യ യോജന എന്നാണ്. അപ്പോൾ ഏർലി സേവിങ്സ് ഫോർ ചിൽഡ്രൻ. അത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. അടുത്തതാണ്
പ്രധാനമന്ത്രി ജൻ ധൻ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അഗൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിസാൻ സമ്മാൻ നിധിയൊക്കെ പോലെ തന്നെ എപ്പോ വേണമെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, പ്രധാനമന്ത്രി ജൻ ധൻ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ജൻ ധൻ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു, അങ്ങനെ ചില ബാങ്കുകളിൽ ജൻധൻ അക്കൗണ്ടുകൾ എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. അതായത് മിനിമം ബാലൻസ് ഒന്നും വേണ്ട, സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടുകളായിരുന്നു എന്ത്, പ്രധാനമന്ത്രി ജൻധൻ യോജന. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ജൻധൻ അക്കൗണ്ടുകൾ നമ്മളെ കൊണ്ട് എടുപ്പിച്ചിരുന്നത്, നമുക്ക് സബ്സിഡി വരാനും അതുപോലെ തന്നെ പെൻഷൻ തുടങ്ങി സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇനി മുതൽ ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് നൽകാൻ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ ഒരു ജൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാങ്കിങ് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ സാധാരണക്കാരായ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ജൻധൻ അക്കൗണ്ട് കൊണ്ടുവന്നത്. അപ്പൊ ഈ ജൻധൻ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ അക്കൗണ്ടുകൾ വഴി നമുക്ക് എന്ത് കിട്ടുമെന്ന്, 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് കവറേജ് കിട്ടും. അപ്പൊ ഈ ഒരു തുക ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു, 2 ലക്ഷം രൂപ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ജൻധൻ അക്കൗണ്ട് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ജൻധൻ അക്കൗണ്ടിൽ ആക്സിഡന്റ് കവറേജ് കിട്ടുന്നത് ഏകദേശം 2 ലക്ഷം രൂപ വരെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക മക്കളെ. ആവശ്യം വന്നിരിക്കും, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ പാറ്റേൺ വെച്ച് സാധ്യത കൂടുതലാണ്. എഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. മുദ്ര പദ്ധതി ഒരുപാട് പേർക്ക് അറിയാനായിട്ട് പറ്റും. ഒന്നുമില്ല, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്ക് കൊളാട്രൽ കൊടുക്കാൻ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഒരു സാധാരണക്കാരനാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വന്തമായിട്ട് ഭൂമിയോ ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്താണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് പ്രപ്പോസൽ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ഈടും ഇല്ലാതെ തന്നെ നമുക്ക് 10 ലക്ഷം രൂപയോളം വായ്പ നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു എന്ത്, മുദ്രാ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതായിരുന്നു മുദ്രാ യോജന എന്ന് പറയുന്ന പദ്ധതി. സ്റ്റാർട്ടപ്പുകൾ, ബിസിനസ്, MSMEs ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് മുദ്രാ യോജന എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതിന്റെ ലിമിറ്റ് ഈ അടുത്ത് 20 ലക്ഷം രൂപയാക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുദ്രാ യോജനയുടെ ലിമിറ്റ് എന്താണ്, ഈ അടുത്ത് 20 ലക്ഷം രൂപയാക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ന്യൂസിലുണ്ടായിരുന്നു. പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യം അറിയാലോ, കൊളാട്രൽ ഫ്രീ ആയിട്ട് അഥവാ ഈടില്ലാതെ തന്നെ മൈക്രോ സംരംഭകർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് എന്ത്, മുദ്രാ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മുദ്രാ യോജന ഇങ്ങനെ പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു എക്സാമിന് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ കാറ്റഗറിയിലുള്ളവർക്ക് എത്ര രൂപ വരെ കിട്ടുമെന്ന്. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം, നമുക്ക് ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയിരുന്നാൽ മതി. ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ വരെയുള്ള ലോണാണ്. കിഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെയുള്ള ലോണാണ്. തരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെയും, തരുൺ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ വരെയും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കാറ്റഗറി വരുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അത് വായിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാറ്റഗറി വരുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക, ഇങ്ങനെ കാറ്റഗറീസ് ഒക്കെ വരുന്ന ഒരു പദ്ധതിയുടെ പേര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും, മുദ്രാ യോജനയാണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന. അപ്പൊ കിസാൻ സമ്പദ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ്, ഓക്കെ, നമ്മുടെ ഫുഡ് പ്രോപ്പർ ആയിട്ട് പ്രോസസ് ചെയ്ത് നല്ല പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പദ്ധതിയുടെ പേരാണ് എന്ത്, പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന. ഇത് 2017 ലോഞ്ച് ചെയ്തത്. പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷ്യ സംസ്കരണ മേഖല അഥവാ ഫുഡ് പ്രോസസ്സിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് എന്ത്, പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ 2017 ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ഈ ഒരു വാക്ക് ഓർത്തിരിക്കുക, ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം നിങ്ങൾ എവിടെ ഓർത്തിരുന്നാൽ മതി, പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജനയിൽ ഓർത്തിരുന്നാൽ മതിയാകും. അടുത്തൊരു അഗെയിൻ ന്യൂസിൽ ഉണ്ടായിരുന്ന ഒരു സ്കീമാണ്, ഈ അടുത്തുണ്ടായിരുന്ന ഒരു സ്കീമാണ് PM-E ഡ്രൈവ് പദ്ധതി. അപ്പൊ PM-E ഡ്രൈവ് പദ്ധതി എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് PM-E ഡ്രൈവ്. പേരിൽ തന്നെയുണ്ട്. ഈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക് ഡ്രൈവ്, അതായത് ഇലക്ട്രിക് ആയിട്ടുള്ള 2 വീലേഴ്സ് 3 വീലേഴ്സ് അതുപോലെ തന്നെ ബസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്, PM-E ഡ്രൈവ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ആയിട്ടുള്ള 2 വീലേഴ്സ് 3 വീലേഴ്സ്, നമ്മുടെ 4 വീലർ, നമ്മുടെ കാർ വാങ്ങാനുള്ള സബ്സിഡി ഉണ്ടാവില്ല, പക്ഷെ 2 വീലേഴ്സ് അതുപോലെ തന്നെ ഇലക്ട്രിക് ആയിട്ടുള്ള ഓട്ടോ വാങ്ങുമ്പോൾ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ബസ്സുകളൊക്കെ വാങ്ങുമ്പോൾ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള സബ്സിഡിയും മറ്റും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു പദ്ധതിയുടെ പേരാണ് PM-E ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും ഓർത്തിരുന്നാൽ മതിയാകും. ഇനി അടുത്തൊരു സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. പേരിൽ തന്നെയുണ്ട്, മുന്നേ ചോദിച്ചിട്ടുമുണ്ട്. നമുക്ക് ഹൗസിംഗിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണെന്ന് എക്സാമിന് ഡയറക്റ്റ് എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന, പേരിൽ തന്നെയുണ്ട് ആവാസ്. ഓക്കെ, പ്രധാനമന്ത്രി ആവാസ് യോജന ഇത് തന്നെ റൂറലുമുണ്ട് അർബനുമുണ്ട്, രണ്ടിന്റെയും 2.0 അഥവാ സെക്കൻഡ് വേർഷൻ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂസിൽ ഉണ്ടാവാനുള്ള കാരണം. 2015 ആദ്യമായിട്ട് ഈ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വന്നത്. അത് വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി ഇതിന്റെ സ്ലോഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിംഗ് ഫോർ ഓൾ,
അഥവാ എല്ലാവർക്കും വീട് എന്ന സ്വപ്നത്തോടു കൂടി ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഏത് എന്നും ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വരാം. അപ്പൊ പേരിൽ തന്നെയുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇത്രയും തൽക്കാലം മനസ്സിലാക്കിയിരുന്നാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. ഇനി മറ്റൊരു പദ്ധതിയാണ് PM സ്വാനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആക്ച്വലി നമ്മുടെ കൊറോണ സമയത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് PM സ്വാനിധി. ആ ഒരു സമയത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ തെരുവിലൊക്കെ കച്ചവടം ചെയ്തിരുന്ന ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ലോക്ക്ഡൌൺ ആയിരുന്നു, അവർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, അവരുടെ കയ്യിൽ ബിസിനസ് നടത്താനുള്ള പൈസ ഇല്ല, ഒന്നിനും പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഇനി വീണ്ടും ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് 10,000 രൂപ ലോൺ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു 10,000 രൂപ ലോൺ കൊടുത്തിട്ട് തുടങ്ങിയ ആ ഒരു പദ്ധതിയുടെ പേരാണ് PM സ്വാനിധി. അപ്പൊ ഇത് ന്യൂസിൽ വരാനുള്ള കാരണം ഇപ്പൊ അത് കൂട്ടിയിട്ട് 20,000 രൂപ വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ന്യൂസിൽ വരാൻ കാര്യം. അപ്പൊ സ്ട്രീറ്റ് വെൻഡേഴ്സിന് അഥവാ നമ്മുടെ തെരുവിൽ കച്ചവടം നടത്തുന്നവർക്കൊക്കെ കൊളാട്രൽ ഫ്രീ ആയിട്ട് യാതൊരു ഈടുമില്ലാതെ 10,000 രൂപ കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? PM സ്വാനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പഠിച്ചിരുന്നാൽ മതി, അഥവാ ഇത്രയും ഓർത്തിരുന്നാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. ഇനി അടുത്തത് സ്വച്ഛ് ഭാരത് ആണ്. സ്വച്ഛ് ഭാരതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ നാട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മിക്ക പ്രോഗ്രാമുകളും വരുന്ന എന്തിന്റെ അണ്ടറിലാണ്? സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ അണ്ടറിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സ്വച്ഛ് ഭാരത് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന, അതായത് ഓപ്പൺ ഡെഫിക്കേഷൻ, പബ്ലിക് ടോയ്ലറ്റുകൾ പണിയുക, അതുപോലെ തന്നെ സിറ്റീസ് വൃത്തിയാക്കുക, വൃത്തിയായിരിക്കുന്ന സിറ്റീസിന് സ്വച്ഛ് സർവേക്ഷൺ അവാർഡുകൾ കൊടുക്കുക. സ്വച്ഛ് സർവേക്ഷൺ അവാർഡുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷം ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറഞ്ഞാൽ ക്ലെൻലിനെസ് അഥവാ വൃത്തിയാക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് 2014 നമുക്കറിയാവുന്നതുപോലെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കുക, അഥവാ നമ്മുടെ പൊതുസ്ഥലത്തുള്ള ആ ഒരു ഇതൊഴിവാക്കിയിട്ട് ടോയ്ലറ്റുകളും മറ്റും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് എന്ത്? സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അഗെയിൻ മറ്റൊരു ന്യൂസിലുള്ള ഒരു സ്കീമാണ് PM വിശ്വകർമ്മ സ്കീം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ കൈപ്പണികൾ, കൊത്തുപണി ചെയ്യുന്നവരുണ്ട്, ശില്പം കൊത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് PM വിശ്വകർമ്മ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ PM വിശ്വകർമ്മ പദ്ധതി എന്താണ്? പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കും കൈത്തൊഴിലാളികൾക്കും ഒക്കെ അവരുടെ ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു കൈത്താങ്ങായിട്ട് കൊടുക്കുന്നതാണ് എന്ത്? PM വിശ്വകർമ്മ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ആർക്കാണ് ഇതിന്റെ ബെനിഫിഷ്യറി അഥവാ ആർക്കാണ് ഈ പൈസ കൊടുക്കുന്നതെന്ന് ഓർത്തിരുന്നാൽ മതി. ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിഷ്യൻസിനും ക്രാഫ്റ്റ് പീപ്പിളിനും ഒക്കെയാണ് എന്ത്? ഈ ഒരു പദ്ധതി വഴി ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇമ്പോർട്ടന്റ്, ആർക്കാണ് ഈ ഒരു പൈസ കൊടുക്കുന്നത്, അത്രയും ഓർത്തിരുന്നാൽ മതി. അടുത്തൊരു പദ്ധതിയാണ് PM കുസും. PM കുസും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സോളാർ പമ്പുകൾ, നമ്മുടെ ഈ നാട്ടിൽ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് നോർമൽ ഇലക്ട്രിസിറ്റി വഴിയുള്ള പമ്പുകൾ ഉപയോഗിച്ച് ഒരുപാട് ഇലക്ട്രിസിറ്റിയും അതുപോലെ വെള്ളമൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ ഇനി മുതൽ സോളാർ ഇറിഗേഷൻ പമ്പുകൾ കർഷകർക്ക് സബ്സിഡി നിരക്കിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? PM കുസും. അതപ്പോ സൗരോർജ്ജ ജലസേചന പമ്പുകൾ നാട്ടിലെ കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ? PM കുസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് സ്വമിത്വ പദ്ധതി. അപ്പൊ സ്വമിത്വ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല അല്ലെ. ഇപ്പൊ കരമടച്ച റെസീറ്റ് കിട്ടാൻ അല്ലെങ്കിൽ ആധാരത്തിൽ പേര് മാറ്റാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ സാറ്റലൈറ്റും ഡ്രോണൊക്കെ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് നമ്മുടെ പഞ്ചായത്തൊക്കെ സർവേ ചെയ്ത് ആർക്കൊക്കെ എത്ര ഭൂമി എന്നൊക്കെ കൃത്യമായിട്ട് തീരുമാനിച്ച് ഇതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? സ്വമിത്വ പദ്ധതി. അപ്പൊ പഞ്ചായത്ത് രാജ്, മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ ഒരു പദ്ധതിയാണിത്. വില്ലേജ് പ്രോപ്പർ ആയിട്ട് മാപ്പ് ചെയ്ത് സർവേ ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്വമിത്വ എന്നാണ്. അപ്പൊ അത്രയും ഓർത്തിരുന്നാൽ മതി. ഇനി സിവിൽ സർവീസുകാരെ, അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്ത് അവരുടെ കരിയറിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? മിഷൻ കർമ്മയോഗി എന്നാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. സിവിൽ സർവീസുകാരെ ട്രെയിൻ ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്താണ്? മിഷൻ കർമ്മയോഗി എന്നാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്താണ് PM ഉജ്ജ്വല യോജന. PM ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സെക്കൻഡ് 2.0 ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ LPG സിലിണ്ടർ കൊടുത്ത ആ ഒരു പദ്ധതിയുടെ പേരാണ് ഉജ്ജ്വല യോജന. ശ്രദ്ധിക്കണം, ഉജ്ജ്വല യോജനയും ഉജാലയും അല്ല. ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞാൽ LPG കൊടുക്കുന്നതും ഉജാല എന്ന് പറയുന്ന പദ്ധതി LED ബൾബ് കൊടുക്കുന്നതാണ്. നമുക്കത് നോക്കാനുണ്ട്. അപ്പൊ 18 വയസ്സ് തികഞ്ഞ ഏതൊരു സ്ത്രീകൾക്കും എന്തിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന ഉജ്ജ്വല യോജനയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് എനിക്ക് ഗ്യാസ് സിലിണ്ടർ വേണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു PM ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് അഗെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നമ്മുടെ സാഗർമാല എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിലുള്ള പോർട്ടും അതുപോലെ തന്നെ ഹാർബർ തുടങ്ങി നമ്മുടെ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു എക്കണോമിക് മേഖലകളെ മുഴുവനും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? സാഗർമാല പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സാഗർമാല പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലൊരു
നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് അഥവാ ഒരു ദേശീയ സമുദ്ര പൈതൃക സമുച്ചയം നിർമ്മിക്കുന്നുണ്ട്. എവിടെയാണ് നിർമ്മിക്കുന്നത്? അതാണ് ഇമ്പോർട്ടന്റ്. ഗുജറാത്തിലുള്ള ലോഥലിലാണ് നിർമ്മിക്കുന്നത്. സിംപിളി നമുക്ക് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുമ്പോൾ പോർട്ട് സിറ്റി ആയിട്ട് പഠിച്ചിട്ടുള്ളത് എവിടെയാ? നമ്മുടെ ലോഥലാണല്ലേ. സെയിം തന്നെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിർമ്മിക്കുന്ന എവിടെയാണ്? ലോഥലിലാണ്. അപ്പൊ അത്രയും ഓർത്തിരുന്നാൽ മതി. സിംപിളി ആ സംഭവം അങ്ങ് ഓർത്തിരുന്നു. ഇനി അടുത്തൊരു പദ്ധതിയാണ് വിജ്ഞാൻധാര. വിജ്ഞാൻധാര പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്നോവേഷൻ തുടങ്ങിയ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് വിജ്ഞാൻധാര. അപ്പൊ സിംപിളി നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? വിജ്ഞാൻധാര എന്നാണ്. ഇനി അടുത്തൊരു പദ്ധതിയാണ് എന്ത്? PM മിത്ര പാർക്ക്. മിത്ര പാർക്ക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ്, തുണി തുടങ്ങിയ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? PM മിത്ര പാർക്ക് എന്നാണ്. ഒരു ഡീറ്റെയിലും പഠിക്കേണ്ട മക്കളെ, തൽക്കാലം ഇത്രയും മാത്രം നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ പഠിച്ചിട്ട് പോവുക. അവസാന സമയമാണ്, കൂടുതൽ ടൈം ഒന്നും വെറുതെ കളയല്ലേ. അടുത്തൊരു ഇമ്പോർട്ടന്റ് പദ്ധതിയാണ് സംഘം. സംഘം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ട്വിൻസ് ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? സംഘം എന്ന് പറഞ്ഞാൽ. ഡിജിറ്റൽ ട്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റിയൽ വേൾഡിൽ കാണുന്ന ഞാനും നിങ്ങളും പോലെ എന്ത് സാധനമായിക്കോട്ടെ, ക്യാമറ, TV അങ്ങനെയുള്ള എന്ത് സാധനമായാലും അത് നമ്മുടെ വിർച്വൽ വേൾഡ്, അതായത് നമ്മൾ TV കാണുന്ന അഥവാ ഇന്റർനെറ്റിലൊക്കെ കാണുന്ന വിർച്വൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെക്നോളജിയാണ് ഡിജിറ്റൽ ട്വിൻ. നമ്മുടെ തന്നെ സെയിം സാധനം നമ്മൾ കമ്പ്യൂട്ടറിൽ കയറിയിരിക്കുന്നു. അതാണ് ഡിജിറ്റൽ ട്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മിതികളും ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ചാലഞ്ചസും ഡിസ്കഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിന്റെ പേരാണ് എന്ത്? സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും ഓർത്തിരുന്നാൽ മതി. അടുത്തതാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. അഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മേഖലയിൽ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ത്യ ചൈന ബോർഡറിൽ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ ഒരാൾക്ക് ഇഷ്ടപ്പെടാറില്ല അല്ലെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സ്ഥിരമായിട്ട് വെടിവെപ്പും ഒച്ചയും ബഹളമൊക്കെ ഉള്ള സ്ഥലത്ത് ആരെങ്കിലും താമസിക്കുമോ? ഇല്ല അല്ലെ? അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് അവിടുത്തെ ആളുകളൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് കുറച്ചുകൂടി നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ കടന്നു വന്നുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പൊ ചൈനയും പാകിസ്ഥാനൊക്കെ എന്ത് ചെയ്യും? ആ ഒഴിഞ്ഞു പോയ സ്ഥലത്ത് കൊണ്ടുപോയി അവരുടെ ആളുകളെ പാർപ്പിക്കാൻ തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആ സ്ഥലം കുറച്ച് കഴിയുമ്പോൾ അവരുടെ കയ്യിലേക്ക് എത്തും. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? നമ്മുടെ ആ ബോർഡർ ഏരിയാസ്, ഇന്ത്യ പാകിസ്ഥാൻ ഭാഗത്തുള്ള ബോർഡർ ഏരിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ആളുകൾക്ക് കുറച്ചും കൂടി താമസിക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടുത്തെ ആളുകൾ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും? അവിടെ വന്ന് താമസിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ ആളുകളുടെയൊക്കെ കടന്നു കയറ്റം നിർത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ബോർഡറിലുള്ള വില്ലേജസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഗ്രാമിന്റെ പേരാണ് എന്ത്? വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്ത ഒരുപാട് യുവാക്കളുണ്ടല്ലേ. അപ്പൊ യൂത്തിന് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതാണ് എന്ത്? ഉജാല സ്കീം. ഉജാല സ്കീം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. LED ബൾബുകൾ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ വീട്ടിലേക്കൊക്കെ LED ബൾബ് കിട്ടിയിട്ടുണ്ടല്ലേ. ആ ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? ഉജാല പദ്ധതി എന്ന് പറഞ്ഞാൽ. ഇതിന്റെയും 2.0 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ന്യൂസിൽ ഉണ്ടാവാനുള്ള കാര്യം. ഉജാല പദ്ധതി എന്ന് പറഞ്ഞാൽ LED ബൾബുകൾ കൊടുക്കുന്ന പദ്ധതിയാണ്. 2015 ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. അടുത്തൊരു പദ്ധതിയും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇതും അഗെയിൻ 2015 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 10th ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ടാണ് ന്യൂസിൽ വരാനുള്ള കാര്യം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആ സ്കീമിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലോ. പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. 10-year ആനിവേഴ്സറി കഴിഞ്ഞത് കൊണ്ട് ഈ അടുത്ത് ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ആ ഒരു രീതിക്ക് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഇടാൻ കാര്യം. അടുത്തത് സ്റ്റേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കീമാണ്. അപ്പൊ നമുക്ക് നാഷണൽ ലെവലുള്ള പദ്ധതികൾ മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പദ്ധതികളും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള നമുക്ക് എക്സാമിന് ചോദിക്കാൻ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ചില സ്കീമുകൾ എടുത്തിട്ടുണ്ട്. അത് മാത്രം നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഷഹീദ് മാധവ് സിംഗ് ഹാത്ത് ഖർച്ച സ്കീം. ഓക്കെ, ഷഹീദ് മാധവ് സിംഗ് ഹാത്ത് ഖർച്ച സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയുടെ സ്കീമാണ്. ST സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്ത്? ഈ പറയുന്ന സ്കീം. അപ്പൊ ഷഹീദ് മാധവ് സിംഗ് ഹാത്ത് ഖർച്ച സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ഒഡീഷ ഗവൺമെന്റ് സ്കീമാണ്. നമ്മൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. മിക്കപ്പോഴും ചോദ്യം ചോദിക്കാറ് ഏത് സ്റ്റേറ്റ് ആണ് ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്റ്റേറ്റിന്റെ എല്ലാ പദ്ധതിയും നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് എന്ന് തോന്നി നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ളതും അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പദ്ധതി ഒഡീഷയുടെ ഭാഗമാണ്. അടുത്തത് ഭീമാ സഖി യോജന. അഗെയിൻ ഭീമാ സഖി യോജന എന്ന് പറയുന്ന പദ്ധതി ഗോവയുടെ ഒരു പദ്ധതിയാണ്. ഒന്നുമില്ല, നമ്മുടെ സ്ത്രീകളെയൊക്കെ എംപവർ ചെയ്ത് LIC ഏജൻസ് ആയിട്ട് മാറ്റിയെടുക്കുക.
സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. അപ്പൊ ഗോവയിലുള്ള വീട്ടമ്മമാരെയൊക്കെ LIC ഏജൻസ് ആക്കിയിട്ട് അതുവഴി അവർക്ക് ഒരു വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? ഭീമാ സഖി യോജന. ഞാൻ നേരത്തെ പറഞ്ഞു ഭീമ എന്ന് പറയുന്ന വാക്ക് കണ്ടാൽ തന്നെ നമ്മൾ എന്തോർത്തോളണം? ഇൻഷുറൻസ് എന്ന് മനസ്സിൽ ഓർത്തോളണം. അടുത്തൊരു പദ്ധതി സുഭദ്ര പദ്ധതിയാണ്. എഗെയിൻ ഒഡീഷയുടെ പദ്ധതിയാണ്. സ്ത്രീകളെ എംപവർ ചെയ്യുക അഥവാ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഡിജിറ്റൽ ലിറ്ററസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ രീതിയിൽ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? സുഭദ്ര പദ്ധതി. എഗെയിൻ ഇത് ഒഡീഷ ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് സ്മൈൽ പ്രോഗ്രാം. സ്മൈൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ പദ്ധതിയല്ല, മൊത്തത്തിലുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ലോജിസ്റ്റിക് സിസ്റ്റം അഥവാ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? സ്മൈൽ എന്ന് പറയുന്ന പ്രോഗ്രാം. സ്മൈൽ എന്ന് പറയുന്നത് ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എൽഡർലി പേഴ്സൺസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ എനിക്കൊന്ന് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ പദ്ധതികൾ നിലവിലുണ്ട്. പക്ഷേ സ്മൈൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് പദ്ധതിയാണ് പിങ്ക് ഇ റിക്ഷ ഇനീഷ്യേറ്റീവ്. ഓക്കെ, പിങ്ക് ഇ റിക്ഷ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിങ്ക് പോലീസ് ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊണ്ടുവരാറ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരാറില്ലേ? സെയിം തന്നെ മഹാരാഷ്ട്ര കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പദ്ധതി വിധവകൾക്ക്, അതുപോലെ തന്നെ ഡിവോഴ്സ് ചെയ്തവർക്ക്, അതുപോലെ വരുമാന മാർഗം കുറഞ്ഞ ആളുകൾക്കൊക്കെ ഈ ഓട്ടോറിക്ഷ സൗജന്യമായിട്ട് അല്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് എന്ത്? പിങ്ക് ഇ റിക്ഷ പദ്ധതി. അപ്പൊ പിങ്ക് ഇ റിക്ഷ എന്ന് പറയുന്ന പദ്ധതി ഏത് സംസ്ഥാനമാണ് മക്കളെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്? മഹാരാഷ്ട്രയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തതാണ് യശസ്വിനി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. യശസ്വിനി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ്. കർണാടകയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ യശസ്വിനി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നത് കർണാടകയാണ്. ഇത് പ്രധാനമായിട്ടും കർഷകർക്കും അതുപോലെ തന്നെ നെയ്ത്തൂരി പോകുന്നവർക്ക്, ഫിഷർമെൻ അതായത് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് തുടങ്ങിയ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് കർണാടകയുടെ ഒരു പദ്ധതിയാണ് എന്ത്? യശസ്വിനി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പദ്ധതികൾ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അടുത്തത് വിദ്യാശക്തി പദ്ധതി. ആന്ധ്രാപ്രദേശ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എന്നെ പോലുള്ള പഠിക്കാൻ കുറച്ച് സമയം കൂടുതൽ വേണ്ട അഥവാ പിന്നോട്ടായിട്ട് അല്ലെങ്കിൽ പുറകോട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും സ്കൂൾ ടൈമിൽ. അപ്പോൾ അത്തരം കുട്ടികളെ ഒന്ന് പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് മക്കളെ എന്ത്? വിദ്യാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് പദ്ധതികൾ, കുറച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പദ്ധതികൾ ഞാൻ ഇട്ടിട്ടുണ്ട്, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കേണ്ട. ഒന്ന്, പണ്ഡിത് ദീൻ ദയാൽ ഉപാധ്യായ് പോവർട്ടി ഫ്രീ വില്ലേജസ് പ്രോഗ്രാം. സ്വാഭാവികമായിട്ടും പുവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണിത്. ഇത് രാജസ്ഥാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി സേഹത്ത് യോജന ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? പഞ്ചാബാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. മുഖ്യമന്ത്രി സേഹത്ത് യോജന എന്ന് പറയുന്ന പദ്ധതി പഞ്ചാബിന്റെയാണ്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഗജമിത്ര പദ്ധതി. ഗജമിത്ര പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ആസാമാണ്. ഗജ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആനയാണ്. ആനയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയാണെന്നൊന്നും വിചാരിച്ചേക്കല്ലേ. നമ്മുടെ മനുഷ്യനും ആനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാലോ. നമ്മുടെ നാട്ടിലുള്ള അതേ പ്രശ്നം തന്നെ, ആനയുടെ ആക്രമണത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നതും കൃഷി നശിക്കുന്നതൊക്കെ അവിടെയും ആസാമിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സോ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് എന്ത്? ഗജമിത്ര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് എന്ത്? മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബീഹാർ തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന. ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഏകദേശം 75 ലക്ഷത്തോളം സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് കൊടുക്കും. അപ്പൊ 10,000 രൂപ വെച്ച് ഏകദേശം 75 ലക്ഷത്തോളം സ്ത്രീകൾക്ക് കൊടുക്കുന്ന വലിയൊരു പദ്ധതിയാണ്. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് എന്ത്? മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന. ഇത് ബീഹാർ ഗവൺമെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് മക്കളെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ സ്കീംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. സ്കീംസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നാണെങ്കിൽ ഭൂരിഭാഗം പേർക്കും അത് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുക. അല്ലെങ്കിൽ ഈ ഒരു അവസാന നിമിഷം നിങ്ങൾ ആ സ്കീംസിന്റെ ഒന്നും പുറകെ പോകാനായിട്ട് നിൽക്കല്ലേ. GK സബ്ജക്ട്സ് എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ പിറക്കി തന്നെ പഠിക്കണം. അതായത് പൊളിറ്റിക്ക് നമുക്ക് 1 മാർക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാം, അങ്ങനെ ആലോചിക്കാം. എക്കണോമിക്സിൽ 1 മാർക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാം. കറണ്ട് അഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ സ്കീംസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം. അങ്ങനെ പിറക്കി ഒരു മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? GK സബ്ജക്ട്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ അതിന്റെ സിലബസ് നമുക്ക് അറിയാവുന്നതാണ്. ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നമുക്ക് എല്ലാം ഒന്നും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോവുകയും വേണ്ട. നിങ്ങൾ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ ആ സബ്ജക്ട്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചോളുക. അപ്പോൾ ഇത്തരം സബ്ജക്ട്സിലൊക്കെ ഫോക്കസ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ GK സ്ട്രോങ് അല്ലെങ്കിലും ഒന്ന് സ്ട്രോങ് ആക്കാനും പറ്റിയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് പാക്ക് ആണ് എന്ത്? 250 രൂപയ്ക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള RRBയുടെ ഗ്രൂപ്പ് ഡി ടെസ്റ്റ് പാക്ക്. ഈ ഒരു ടെസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. സോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. എന്നിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ടൈമും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക.
എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എക്സാമിനേഷൻ പ്രോപ്പർ ടൈമിൽ ഫിനിഷ് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ മാർക്ക്. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. RRB പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് സൂപ്പർ നോട്ട്സിന്റെ ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയുടെ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് സീരീസ് പാക്ക്. ആകെ 250 രൂപ ഇതിനുള്ളൂ. ഇതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമോ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ എന്ത് മനസ്സിലാക്കിയിരിക്കുക, ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ റിവിഷനും ഇതുപോലെ മോക്ക് ടെസ്റ്റുകൾക്ക് മാത്രം കൂടുതൽ സമയം വിനിയോഗിക്കുക. ഇപ്പോൾ ഈ ടെസ്റ്റ് സീരീസിൽ തന്നെ നമുക്ക് GK സബ്ജക്ട്സിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ. ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ഇത്തവണത്തെ എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. സോ ഇപ്പൊ GK കാര്യമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. എന്നിട്ട് അതിനുശേഷം അതിന്റെ കീ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എനിക്ക് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കും. സോ നിങ്ങൾ മറ്റുള്ള സബ്ജക്ട്സ് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനും പറ്റും. GK സബ്ജക്ട്സ് കവർ ചെയ്യാനും ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ പറയുന്ന RRBയുടെ ഗ്രൂപ്പ് ഡി ടെസ്റ്റ് പാക്ക്. സോ മക്കളെ, ഇതിൽ എന്തായാലും നിങ്ങളൊന്ന് മെമ്പർഷിപ്പ് എടുത്തോളാം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല. കാരണം അടിപൊളി ടെസ്റ്റ് സീരീസ് ആണ് നമ്മളോട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എല്ലാവരും ടെസ്റ്റ് സീരീസിന്റെ ഓപ്പർച്യൂണിറ്റി നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.